സ്നേഹവന്ദനം. ജൂബിലി മലയാളം ചർച്ച് സാൻപടയിലെ വിമൻസ് ഫെലോഷിപ്പ് അവതരിപ്പിക്കുന്ന ഒരു ചെറിയ സ്കിറ്റിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമായ വെള്ളം വീഞ്ഞാക്കിയ സംഭവം നമുക്കേവർക്കും വളരെ പരിചിതമായ കാനാവിലെ കല്യാണ വീട്. ആ കല്യാണ വീട്ടിലേക്ക് വിവാഹ തലേന്ന് ബൈബിളിലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ വന്നാൽ എങ്ങനെയുണ്ടാകും? ഈ സങ്കല്പത്തെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കഥാസന്ദർഭം തികച്ചും സാങ്കല്പികം മാത്രം. ഏവർക്കും കാനാവിലെ കല്യാണ തലേ ദിവസത്തേക്ക് സ്വാഗതം. എല്ലാം റെഡിയായോ? ഗസ്റ്റൊക്കെ വരാറായെന്ന് തോന്നുന്നു. അതിനല്ലേ ഞാൻ അയമനോട് പെർമിഷൻ ചോദിച്ച് ഈ സുന്ദരി വലിയ സ്പെഷ്യൽ ഷെഫായിട്ട് നിർത്തിയിരിക്കുന്നത്. എല്ലാം കണ്ടെത്തി ചെയ്തോളൂ. അവിടെ എനിക്ക് സഹായിക്കും. വാർത്തയെ പിന്നൊരു കാര്യം പറയാം. നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റ് പോലെ ഇരിക്കും നമ്മുടെ ബിസിനസിന്റെ ഫ്യൂച്ചർ. കേട്ടല്ലോ? കല്യാണത്തിന് അമ്മ പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിന് കൊച്ചുമാരും രാണിമാരും വരുമെന്ന്. കേട്ടത് യേശു വാർത്ത യേശു വന്നാൽ പിന്നെ എന്നെ ഇവിടെ ഒന്നും നോക്കണ്ട കേട്ടോ. ഞാനേ മണവാട്ടി റെഡിയായെന്ന് നൈസായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് വരും. കേട്ടല്ലോ? മോക്ക് ഡ്രസ് ഇഷ്ടമായോ? എനിക്ക് ഡ്രസ് ഭയങ്കര ഇഷ്ടമായി. ഇത് ദൂരത്തേൽ നിന്ന് വാങ്ങിയതാ മോളെ ഈ ഡ്രസ്. നെക്സ്റ്റ് മന്ത് കാനാവിൽ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. യേശു ഓപ്പൺ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. യേശു വരുന്നുണ്ടോ? എനിക്കൊരു ഇൻവിറ്റേഷൻ തരണേ. എനിക്ക് യേശു വന്നാൽ യേശുവിനെ എനിക്ക് കണ്ടാൽ മതി. വേഗം വാ. യേശുവിന്റെ അമ്മയും പെണ്ണിന്റെ അമ്മയും വരുന്നു. പണികളൊക്കെ വേഗമാകട്ടെ. യേശുവിന്റെ അമ്മ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. യേശുവിന് ശിഷ്യന്മാരും വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും വരും മോളെ. മിനിസ്ട്രിയുടെ ഒക്കെ കുറച്ച് തിരക്കുണ്ട്. എന്നാലും ഒരുക്കമൊക്കെ എവിടെ വരികയായിരുന്നു? നമുക്ക് വേഗമാകട്ടെ. അവരെല്ലാം ഇപ്പോഴും എത്തും. മറിയേ, ആ പാർട്ടിയോടെന്ന് പറഞ്ഞ ജ്യൂസും വൈനും ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാന് ആകട്ടെ. ആർക്കാണ് സംഗീത ശുശ്രൂഷ കൊടുത്തേക്കുന്നത്? അത് പിന്നെ നമ്മുടെ വലിയ വോയിസസ് ഇല്ലേ, അവർക്ക് തന്നെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായി. ഇപ്പൊ അവർക്കാണ് ഡിമാൻഡ്. എല്ലാ കല്യാണങ്ങൾക്കും ഫുൾ ടീം എത്താറുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും ഒരു പാടിക്കൊള്ളു. ഓ, മെറിയമൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. ഹലോ ആന്റീസ്, ഹൗ ആർ യു ഓൾ? എന്റെ ഫുൾ ടീം ഓൺ ദ വേ ആണ്. അവരോടും മോശമൊക്കെ എന്ത് പറയുന്നു? യാ, ബ്രദേഴ്സ് ഒക്കെ സുഖമായിരിക്കുന്നു. ചർച്ച് മീറ്റിംഗ് ഒക്കെ ആയിട്ട് ബിസിയാണ്. പാർട്ടികളാണ് പാടുന്നത്. ഞങ്ങൾക്കും അറിയാവുന്ന കുറച്ചൊക്കെ പാടല്ലേ. എല്ലാം ഞാൻ സെറ്റ് ആക്കിക്കോളാം. സമയത്തേക്ക് എത്തിയല്ലോ. ശമ്പളം തിരക്കായാലും ഞാനൊരു ബുക്ക് ചെയ്തിട്ട് പോകുന്നു. എന്നാമോ സകലമോനും മിനിസ്ട്രിയൊക്കെ എങ്ങനെ പോകുന്നു? ദൈവത്തിനാൽ എല്ലാം ഭംഗിയായി നടക്കുന്ന യേശുവിന്റെ അമ്മയെ.
എല്ലാരും നല്ല സുന്ദരികളായിട്ടുണ്ടല്ലോ. എന്തൊരവസ്ഥ കണ്ടില്ലേ? ഉപ്പിന് ക്ഷാമമുള്ളപ്പോ കുറച്ച് വരണ്ടേ മതി. ഈ ചോരണ്ട വാങ്ങാനേ. ലോത്ത് അമ്മച്ചിട്ട് ജ്യൂസ് കുടിക്കും. മക്കളെ, ഒരു സ്ട്രോ ഞാൻ ആ മുൻവശത്ത് വെച്ചിട്ടുണ്ട്. അത് ആ ഗ്ലാസ്സിലിട്ട് എനിക്ക് ഈ വായന്റെ കൂടെ ഒന്ന് തന്നേ മക്കളെ. ശരി അമ്മച്ചി. അയ്യോ, നല്ല ജ്യൂസാണെന്ന് ഉണ്ടാക്കിയത്. ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കും. നന്ദി അമ്മച്ചി. അമ്മച്ചി ഇവിടെ ഇരുന്ന് എത്ര നിങ്ങൾ ബുദ്ധിമുട്ടുന്നേ. ആരൊക്കെ വരുന്നത്? അമ്മായിയമ്മ വരുന്നോടുണ്ട് ആണല്ലോ. നവമി ഇനി ആകെ മാറി സുന്ദരിയായിരിക്കുന്നുവല്ലോ. എന്റെ കുഞ്ഞുങ്ങൾ എന്നെ പൊന്നു പോലെയാ നോക്കുന്നേ. എന്റെ യൂത്തും ബോവാസും അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരിക്കും. റൂത്ത് മോളെ, ബോവാസ് വരില്ലേ? ഓർക്ക ഇപ്പൊ എവിടെയാണ്? എന്തുണ്ട് അവിടെ വിശേഷങ്ങൾ? ഓർക്ക അവരുടെ പാരന്റ്സിന്റെ കൂടെ സുഖമായി കഴിയുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അതാരാ രണ്ടുപേര് വരുന്നത്? സഫീറയല്ലേ വരുന്നത്? കേരള സഫീറെ തലയിൽ തുണിട്ടിട്ട് ആരാന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നോക്കിക്കേ അതാരാണെന്ന്. ഈ തുണിയൊന്ന് മാറ്റിക്കേ. ഓ, ഇത് നമ്മുടെ ഹവാമിച്ചിയാണല്ലോ. അതേ മോളെ, ഞാൻ തന്നെയാ. അമ്മ അമ്മച്ചിട്ട് ജ്യൂസ് എടുക്കട്ടെ? വേണ്ട മകളെ, ഞാൻ ജ്യൂസ് ഒന്നും കഴിക്കാറില്ല. ദൈവത്തിനെ എന്നെ ഒന്നും ഓർമ്മിക്കല്ലേ. അതുപോലെ സഹോദരി, മനുഷ്യരല്ലേ, എല്ലാവർക്കും തെറ്റ് പറ്റും. ആ ഒരു തെറ്റുകാരനല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. അതിനൊക്കെ ഇനി എവിടെയാ സമയം? നമ്മുടെ കർത്താവ് വരാൻ സമയമായി. എല്ലാം ദൈവം ഇന്ന പോലെ നടക്കട്ടെ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. കൊച്ചിനെന്തെങ്കിലും അവരെല്ലാം ചോദിച്ചോ? അല്ല, ഗിഫ്റ്റായിട്ടെന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അവരൊന്നും ചോദിച്ചിട്ടില്ല. അവർ കൊച്ചിനെ മാത്രം ചോദിച്ചു, നമ്മളത് കൊടുക്കുന്നു. നന്നായി ജീവിച്ചാൽ മതി. പക്ഷേ ഈ സഭീർ പറഞ്ഞതൊന്നും ചെല്ലിക്കൊള്ളണ്ട. മുമ്പേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ബാക്കി എല്ലാം ദൈവം അതാത് സമയത്ത് നമുക്ക് തരും. നമ്മുടെ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും ദൈവം തന്ന നന്മകളിൽ നമുക്ക് വിശ്വസ്തരായിട്ടിരിക്കാം. രാജ്ഞിയുടെ ഇതിൽക്കൂടെ കഴിയട്ടെ. ശുശ്രൂഷ പെട്ടെന്ന് തന്നെ ആരംഭിക്കണം. അത് കഴിഞ്ഞ് രാജ്യത്ത് മക്കൾക്കായിട്ടുള്ള മീറ്റിംഗുണ്ട്. എല്ലാം പെട്ടെന്നാകട്ടെ. എഴുന്നള്ളുന്നു. ഇന്ന് വിവാഹിതരാകുന്ന നാളെ വിവാഹിതരാകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആശംസകൾ നൽകുവാനുമാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ആഗ്രഹിക്കുന്നവർക്ക് ഒന്നോ രണ്ടോ വാചകത്തിൽ പറയാം. ഞാൻ തന്നെ ആക്കി തുടങ്ങാം. എനിക്ക് എന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ ഫലമായി ദൈവം എനിക്ക് ശമൂവേൽ ബാലനെ തന്നു. അവൻ എന്റെ ആഗ്രഹം പോലെ ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കുന്നു. അതുപോലെ നിനക്കും നിന്റെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥനാവിധിയായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവവാക്ക് അനുസരിച്ചില്ലെങ്കിൽ എല്ലാ സഹോദരിമാർക്കും ഇങ്ങനെ ഉണ്ടാകും. എന്റെ ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആ മാതാപിതാക്കളെ സ്നേഹിച്ച് അവർ സേവിക്കുന്ന ഏക സത്യദൈവത്തെ ആരാധിച്ച് ജീവിക്കുക. മകളെ ദൈവം ബലപ്പെടുത്തട്ടെ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാ ആശംസകളും കഴിഞ്ഞു.
ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. നാളെ വിവാഹിതയാകുന്ന നവവധുവിന് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. ഒരു വെറും സാധാരണക്കാരിയായിരുന്ന എന്നെ എൻ്റെ ദൈവം എൻ്റെ ജനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്കായി ഉപയോഗിച്ചപ്പോൾ നിന്റെ കുടുംബജീവിതത്തിലും കയറി ചെല്ലുന്ന ഭവനത്തിലും ദേശത്തിലും സഭയിലും എല്ലാം ഒരു അനുഗ്രഹമായി മാറട്ടെ. അതിന് ആദ്യത്തോളം വിശ്വസ്തയായി നിൽക്കുവാൻ ദൈവം കുഞ്ഞിനെ സഹായിക്കട്ടെ. ഇനിയും മറ്റാരുമില്ലെന്ന് തോന്നുന്നു. ഇനി ആരുമില്ല. നിങ്ങളെല്ലാവരും വന്നതിനും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനും പ്രത്യേകിച്ച് എന്റെ മകൾക്ക് കൊടുത്തതായിട്ടുള്ള നല്ല ഉപദേശങ്ങൾക്കും ഒത്തിരി നന്ദിയുണ്ട്. നാളെ നടക്കുന്ന വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. യേശുനാഥ, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ വന്നതിന് വളരെ സന്തോഷമുണ്ട്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വ്യത്യസ്ത കാലങ്ങളിലും സാഹചര്യങ്ങളിൽ ജീവിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തവരെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അതിൽ ചുരുക്കം ചിലർ വീണുപോയവരാണ്, പരാജയപ്പെട്ടവരാണ്. അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച നല്ല ഫലം പുറത്തു വന്നതേയില്ല. എന്നാൽ മറ്റുള്ളവരെ നോക്കൂ, അവർ വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി, നിന്നെയും പരിഹാസവും അനുഭവിച്ചു. ചിലർ മരണകരമായ അനുഭവങ്ങൾ നേരിട്ടു. പക്ഷേ പതരാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് വരും തലമുറയ്ക്ക് നല്ല ദൈവിക സന്ദേശം കൈമാറി. സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, നിങ്ങൾ നിൽക്കുന്നിടത്ത് പിതാവിന് ഇഷ്ടമുള്ള നല്ല ഫലം പുറപ്പെടുവിക്കണം. അത് വരും തലമുറകളെ എന്നിലേക്കും പിതാവിൻ്റെ കിടകളിലേക്കും നടത്തും.